അപ്പച്ചി എന്തു പറ്റി? എന്തു പറ്റാനോ? എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, എന്നാലും മുഖമാകെ വിളറി വീങ്ങി പോലുണ്ടല്ലോ. എന്തിനാണ് മനുഷ്യനിങ്ങനെ പറ്റിക്കുന്നത്? ആദർശ് വന്നിട്ടുണ്ടെങ്കിൽ വന്നെന്ന് പറഞ്ഞൂടെ? വന്നെന്ന് പറഞ്ഞാ അപ്പച്ചിയുടെ ഈ മുഖം കാണാൻ പറ്റില്ലല്ലോ. സ്വന്തം മോനെ ജയിലിൽ കിടത്തിയന് ദൈവം ആദർശേട്ടന് കൊടുത്ത ശിക്ഷയാണ് ഈ ജയിൽവാസം, അല്ലെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ മാത്രമല്ല, ഇപ്പോഴത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുക നിങ്ങളുടെ മരുമോള്. അവൾ അങ്ങനെ പറയുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏട്ടത്തി അങ്ങനെ പറയത്തില്ല. ചില സത്യങ്ങള് ഏട്ടത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അല്ല അവനെ നാട് കടത്താൻ വല്ല മാർഗമുണ്ടോ? അപ്പച്ചിയുടെ മോനെ അല്ല വേറൊന്നും കൊണ്ടല്ല അപ്പച്ചി. അവൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ തീരും. അതിനിപ്പോ അവൻ ആർക്കും ഒരു ശല്യം ചെയ്യുന്നില്ലല്ലോ. ഗൾഫിലേക്ക് പോയ ആദർശേട്ടനെ കൊടുക്കാൻ ശ്രമിച്ചത് അവനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. ഓ, ഇപ്പൊ ആരെന്ത് ചെയ്താലും അവയുടെ തലയിലാണല്ലോ കൊണ്ടുവയ്ക്കുന്നത്. അവന്റെ തലയിലല്ലാതെ പിന്നെ ആരുടെ തലയിലാണ് കൊണ്ടുവയ്ക്കേണ്ടത്? അവനെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കി ഇവിടെ ശുദ്ധികലശം നടത്താതെ ഈ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടില്ല. അവൻ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്വന്തം ഭാര്യയെ മൂർത്തി ശൂലരുടെ എതിരാളികളുടെ പരസ്യത്തിന് വിട്ടവനാവൻ. എന്നിട്ടങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എല്ലാം ഏട്ടത്തിയുടെ സ്വന്തം ഇഷ്ടത്തിനൊന്ന് പോയതാണെന്ന്. അവനാണ് പിന്നിൽ നിന്ന് കളിക്കുന്നതെല്ലാം. മുത്തശ്ശൻ അവനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് വരെയുള്ളൂ അവന്റെ ഈ വീട്ടിലെ ജീവിതം. അതെന്തായാലും അപ്പച്ച മറക്കണ്ട. എന്നാലും അനന്തപുരിയിലെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മേ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒരുത്തൻ ജയിലിലായതുകൊണ്ട് ആ വീട് മരണ വീടായിരുന്നു. പിന്നീട് വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല. ഞാൻ ഇടയ്ക്ക് ഒരുപാട് തവണ അഭിയെ വിളിച്ചതാ, പക്ഷെ അവൻ എടുക്കുന്നില്ല. അവൻ ഇവിടുന്ന് കേക്ക് മുറിച്ചിട്ട് പോയതാണല്ലോ വേണൂട്ട. പിന്നെ എന്താ പറ്റി? ഒന്നും അറിയത്തില്ല. ആദർശ് ജയിലിലായ വിവരം പുറം ലോകത്തെ അറിയിക്കണമെന്ന് ഇടയ്ക്ക് അഭിയേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഏതൊക്കെ ചാനലുകാരെയോ പത്രക്കാരെയോ ഒക്കെ അറിയിക്കണമെന്ന് അഭിയേട്ടൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ വേണൂട്ട. എന്ത് സംഭവിക്കാനാ? അവൻ ഗൾഫിലെ ജയിലില്ല. ഇനിയിപ്പോ അവന് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നമ്മള് ഭയന്ന പോലെ അനന്തമൂർത്തിയുടെ സ്വാധീനം കൊണ്ട് അവൻ പുറത്ത് കടന്നു കാണൂ. അത് നാട്ടില്. ഗൾഫിൽ അയാളുടെ സ്വാധീനത്തിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല രേവതി. ആ വീട്ടിലുള്ളവര് ശ്വാസം മുട്ടണം. അടുത്ത കോടതി കൂടുമ്പോ ചേട്ടൻ ജയിലിൽ കിടക്കുന്ന സങ്കടമായിട്ടായിരിക്കണം അനിയൻ കോടതിയിലോട്ട് വരേണ്ടത്. കാര്യമൊക്കെ ശരിയാ. നീ എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കണം മോളെ. അങ്ങനെ വാങ്ങിച്ചെടുക്കണമെങ്കിലേ അച്ഛൻ നല്ലൊരു വക്കീലിനെ വെക്കണം. നമ്മുടെ അവസ്ഥയൊക്കെ അറിയാവുന്നത് കൊണ്ട് വക്കീലന്മാര് വലിയ വലിയ ഫീസ് ചോദിക്കുകയാണ്. എന്നാലും നഷ്ടപരിഹാര തുകയുടെ നല്ലൊരു ശതമാനം കൊടുക്കാന്ന് പറഞ്ഞാ ഏതെങ്കിലും നല്ലൊരു വക്കീല് കേസ് ഏറ്റെടുക്കില്ലേ വേണൂട്ട? ആ നോക്കാം. എന്തായാലും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ. ഞാനും വരുന്നു. നീ എങ്ങോട്ട് പോവാ? അച്ഛൻ പോകുന്നിടത്തേക്ക് തന്നെ. ഇതിനകത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്നാ പിന്നെ വാ. നീ പോയിട്ടെ നിന്റെ പതിവിങ്ങി തരാൻ പറ. എന്റെ പതിവോ? എടി നീ ചെല്ലുമ്പോ തന്നെ അറിയാലോ നിനക്ക് എത്ര മുഴുവൻ തരണമെന്ന്. എനിക്ക് 1-2 മുഴ മതി. ആദർശ എണ്ണ അത് 6-7 ഒക്കെ ആക്കിയത്. നീ അവര് തരുന്നത് വാങ്ങിക്ക. എന്നാ ശരി ചേച്ചി, പൂ വേണമായിരുന്നു. ആരായി വന്നിരിക്കുന്നേ? ഇത് മൊത്തം എടുക്കട്ടെ മോളെ. അയ്യോ വേണ്ട, ഒരു 6 മുഴം മതി. സാറ് കാറിലില്ലേ? ഉണ്ട്. സാറ് വന്നെങ്കിൽ മൊത്തം വാങ്ങിച്ചനെ. അച്ഛൻ വണ്ടി നിർത്തിക്ക്. അച്ഛാ അവളല്ലേ അത് നയന? അതെ, ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോ അവള് മുല്ലപ്പൂ വെച്ച് തലവെക്കാൻ പോണം. വാ നോക്കാം. നീ കൊള്ളാലോടി. നിന്റെ ഭർത്താവ് ജയിലിലല്ലേ? അത് മുല്ലപ്പൂക്കെ തലവെച്ചാണ് നീ ആഘോഷിക്കുന്നത്. അതെ, അതിന് തനിക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഇവൾക്ക് ഇവളുടെ ഭർത്താവിനോട് സ്നേഹമൊന്നും ഇല്ല അച്ഛാ. അതുകൊണ്ടല്ലേ സ്വന്തം ഭർത്താവിന് കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവളതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തായാലും അന്ന് കോടതിയിൽ നവീൻ നിന്നെ വലിച്ചു കയറിയപ്പോ നിന്റെ ഭൂതകാലം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായതാ. നീ ഏത് രീതിയിലാണ് നടന്നെന്നും മനസ്സിലായി. നീ ഒരു മെന്റൽ പേഷ്യന്റ് ആടി. അങ്ങനെയുള്ളവരോട് അധികം സംസാരിക്കാതിരിക്കുന്നേ നല്ലത്. നിന്റെ ഈ അഹങ്കാരത്തിന് അവൻ തിരിച്ചു വരാൻ പോകുന്നില്ലടി. നിന്റെ ഭർത്താവ് ജയിലിൽ കിടന്ന ആള് വരുന്നു. എന്താണോ ഇയാൾ ജയിലിലാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ അല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആദർശേട്ടൻ ജയിലാണെന്ന് കരുതിയിട്ടാ മുല്ലപ്പൂ വാങ്ങാമെന്ന് എന്നെ രണ്ടാളും താറടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഭാഗ്യമില്ലാത്തോണ്ടാ ഞാൻ ജയിലെന്നൊക്കെ പറഞ്ഞു കേള്. അങ്ങനെയല്ല പറഞ്ഞത്. ഭർത്താവ് ജയിലിൽ കിടക്കുന്ന സന്തോഷം മുല്ലപ്പൂ തലയിൽ വെച്ച് ആഘോഷിക്കുകയാണോ എന്നാ ചോദിച്ചേ. അങ്ങനെ ആഘോഷിക്കണോ? ഇവളും ഇവളുടെ അമ്മയൊക്കെ അത്ര സംസ്കാരമുള്ളത് അവർക്കൊക്കെ, അല്ലാതെ നയനയ്ക്കല്ല. എന്റെ കുടുംബത്തെ മുഴുവൻ കോടതി കയറ്റിയതിന് തന്നെ ഇവിടെ ഇട്ട് തല്ലിയാ വേണ്ടത്. പിന്നെ കോടതിയിൽ ഞങ്ങളെക്കാൾ കൂടുതൽ നാണം കെട്ടത് ഇവളും താനും ഒക്കെ ആയതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചതാ. ആരിശ ഉള്ളിൽ ഒതുക്കി പോയതാ. വെറുതെ തല്ല് ഇരന്ന് വാങ്ങരുത്. തല്ലിയാ തിരിച്ചു തല്ലാതെ ഞാൻ കൈയും കാലില്ലേ? ആദർശേട്ടൻ വേണ്ട. തല്ലുകൊണ്ട് ചവന്നതിന് മുമ്പ് ഇയാളെ വിളിച്ചോണ്ട് പോ. അച്ഛാ വാ അച്ഛാ വന്നേ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. എന്ന് കാണിക്കണം. മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ നിന്ന് പറപ്പിച്ചാലും പറഞ്ഞേക്കാം. പറപ്പിക്കാൻ നീ ആരാടാ? പൈലറ്റാ? എടോ തന്നെയൊക്കെ പറപ്പിക്കാനെ പൈലറ്റ് ആവണമെന്നൊന്നുമില്ല. ഇവിടെ വന്നേ. എന്നാലും അയാൾ വന്നല്ലോ അച്ഛാ. എന്നിട്ട് അഭിയേട്ടൻ വിളിച്ച് പറഞ്ഞില്ലല്ലോ. അവരെ ഇടയ്ക്ക് വിളിച്ചപ്പോ എടുക്കാത്തപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാ. എന്നാൽ ഇത് കൊലച്ചതിയായി പോയി. ആദർശേട്ടൻ ജയിലിൽ നിന്ന് വന്നത് ആരും വിളിച്ച് അറിയിച്ചു കാണത്തില്ല. അതുകൊണ്ടാ സന്തോഷത്തോടെ രണ്ടും കൂടി ഇങ്ങ് വന്നത്. ആ സന്തോഷം ഇപ്പൊ തീർന്നല്ലോ. ഞാൻ കരുതിയതേ ഇവിടെ ഒരുത്തനുണ്ടല്ലോ അഭി, അവൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അനാമികയും അവരുടെ അച്ഛനെയും വിളിച്ച് അപ്പൊ പറയുന്ന. അതുകൊണ്ട് ആദർശേട്ടൻ വന്ന കാര്യം അവരറിഞ്ഞു കാണുമെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായില്ല, അറിഞ്ഞിട്ടില്ലെന്ന്. എന്തായാലും രണ്ടിന്റെ മുഖത്ത് അടിയേറ്റതുപോലെ ആയിട്ടുണ്ട്. അതെ, അവൻ വരുന്നുണ്ട്. ഞാൻ വന്ന വിവരം നീ നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞില്ലായിരുന്നു? അല്ല, എന്റെ കൂട്ടുകാരനോടോ? അതെ, നിന്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ടല്ലോ, വേണു. ആ അനാമികയുടെ അച്ഛൻ. അയ്യോ, ഞാൻ അവരൊന്നും ഇപ്പൊ വിളിക്കാറില്ല. മിണ്ടരുത്. നീ എന്നും വിളിക്കുന്നുണ്ടെന്നും കാണുന്നുണ്ടെന്നും ഇപ്പോഴും നീ അവരുമായിട്ട് ബന്ധം തുടരുന്നുണ്ടെന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ, നീ നിഷേധിക്കാൻ ശ്രമിച്ച അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. അറിയാലോ, ഇപ്പൊ നിന്റെ അമ്മ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നൊക്കെ. ഇവനെ കൊണ്ട് ശരീരം അനങ്ങി തന്നെ പണി ചെയ്യിപ്പിക്കണം. സ്വന്തം മോളെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ നടക്കുക. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ചന്ത മോളെ സ്കൂളിൽ കൊണ്ട് വിടുകയും തിരിച്ചു കൊണ്ട് വരികയും ചെയ്യണമെന്നൊക്കെ. അതിന് സ്കൂൾ ബസ് ഉണ്ടല്ലോ ഏട്ടത്തി. സ്കൂൾ ബസ് റോഡിലല്ലേ വരുന്നത്. നിനക്ക് അവിടെ വരെ കൊണ്ടുവിട്ടാലെന്താ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ചന്തു മോളുടെ എല്ലാ കാര്യത്തിലും നിനക്ക് ശ്രദ്ധ വേണം. നീ നിന്റെ സ്വന്തം മോളെ കണ്ടില്ലാന്നടിച്ച് നടന്ന
പിന്നെ നിനക്ക് മോളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അത് പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ വൻ തിരിച്ചടിയാ സംഭവിച്ചത്. നിന്റെ വാക്ക് വിശ്വസിച്ച് വെറുതെ സന്തോഷിച്ചാലേ അതിന്റെ പിന്നാലെ അതിന്റെ ഇരട്ടി തിരിച്ചടി കിട്ടുമെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുവോ? എന്നിട്ടും നീ പറയുന്നതൊക്കെ അതേപടി വിഴുങ്ങുന്നതാണ് എനിക്ക് പറ്റുന്ന തെറ്റ്. ഇനിയിപ്പോ എല്ലാവരുടെയും മുന്നിൽ പഞ്ചമുച്ച മടക്കി നിന്നേ പറ്റൂ. ദേ പഠിത്തമൊക്കെ കഴിഞ്ഞൊരു കൊച്ചു വരുന്നുണ്ട്. ഇന്ന് അവളിവിടെ എത്തൂന്നാ പറഞ്ഞത് നിന്റെ അനിയത്തി. എടാ നല്ല നല്ല ആലോചനകൾ വരുമ്പോ ഇവിടെ ഉള്ളവര് കനിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവളുടെ വിവാഹം നടത്താൻ പറ്റൂ. ദേ പ്രത്യേകിച്ച് ദേവയാനി എങ്ങാനും ഇടഞ്ഞു നിന്നാലുണ്ടല്ലോ ഒന്നും നടക്കത്തില്ല. ഗൾഫിൽ നിന്ന് കിട്ടിയ വിവരങ്ങളല്ലേ എനിക്ക് അറിയുള്ളൂ അമ്മേ. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ? ഏതായാലും ദുബായിൽ മൂർത്തിസ് ജ്വല്ലറി 2ാം സ്ഥാനത്തായി. അതൊരു തുടക്കം അമ്മേ. അമ്മ പറഞ്ഞതുപോലെ അവന്തികയുടെ വിവാഹം കൂടി കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ചൊരു പോക്കായിരിക്കും എന്റെ. നീ കേസിൽ നിന്ന് ഊരിപ്പോന്നു, ജയിലിൽ കിടക്കാതെ രക്ഷപ്പെട്ടു. പക്ഷേ മൂർത്തീസ് ജ്വല്ലറി ആദ്യമായിട്ടാണ് ഒരു തകർച്ച നേരിടുന്നത്. നമ്മുടെ ഷെയർ കുത്തനെയാണ് ഇടിഞ്ഞത്. നമുക്ക് ഉയർച്ച താഴ്ച ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇയർ എൻഡിംഗ് ആവുമ്പോ ഒരു 10% കമ്പനിക്ക് വളർച്ച ഉണ്ടാവാറുണ്ട്. അതിന് താഴെ നമ്മൾ എപ്പോഴും പോയിട്ടുണ്ടോ ചെയ്യാം? ഒരിക്കലുമില്ല. എവിടെയാണ് തകരാറ് സംഭവിച്ചതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ആദർശ്. എന്നിട്ട് അത് തിരുത്താൻ നോക്കണം. ഇത്തവണ നമുക്ക് 10% വളർച്ചയല്ല, താഴ്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതിലും താഴേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കുടുംബത്തിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും കമ്പനി കാര്യങ്ങൾ മുറപോലെ നടക്കണം. എനിക്ക് ശേഷം ഞാൻ കണ്ടത് നിന്നെയാ മോൻ, അല്ലാതെ ഒരിക്കലും ഇവരെയല്ല. അങ്ങനെയുള്ള നീ പരാജയപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എവിടെയാണ് പാളിച്ച പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശ. അങ്ങനെയുള്ള മറുപടിയല്ല മോനെ എനിക്ക് വേണ്ടത്. നിനക്കറിയാലോ, ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയാണ് മൂർത്തീസ് ജ്വല്ലറി. ഇന്ത്യയിലെ 3ാമത്തെ ജ്വല്ലറിയാണ്. നൈനമോളുടെ ഡിസൈനുകൾ കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിച്ചതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ 10% എന്നുള്ളത് 20 മുതൽ 25% വരെയായിരുന്നു വളർച്ച. സത്യം പറഞ്ഞാൽ അതെല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കണ്ടിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കൂപ്പൂത്തി പോയിരിക്കുന്നത്. AN ജ്വല്ലറി നമുക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. ഇതുവരെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഈ ബിസിനസ്സിൽ നടന്നിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് അതിന് വിരുദ്ധമായി സംഭവിക്കുന്നത്. ശത്രുക്കൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ബിസിനസ് മാത്രമല്ല, കേരളത്തിലും അവർ മൂർത്തീസ് ജ്വല്ലറി തകർച്ച മുന്നിൽ കാണുന്നുണ്ട്. ഒരു പ്രഷർ ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നിന്നെ ദുബായിലേക്ക് വരുത്തുകയായിരുന്നു നമ്മുടെ എതിരാളികൾ. അവിടെ നീ ജയിലിലായി കഴിഞ്ഞാൽ ഇവിടെയും തകർച്ച ഉണ്ടാവും അവർക്കറിയാം. എന്ന് വെച്ചാൽ നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള ആരുമാണ് ഇതിന്റെ പിന്നിൽ. മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ കള്ളക്കടത്ത് സ്വർണം വിറ്റത് അഭിയാണെങ്കിലും അവനിലേക്ക് എത്താൻ നിമിത്തമായത് നമ്മൾ സംശയിക്കുന്ന ആരും ആവണമെന്നില്ല. ബിസിനസ് തുടങ്ങിയ കാലം മുതൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സ്റ്റെപ്പ് മുകളിലാണ് മോനെ. അത് താഴേക്ക് പോവാന്ന് വെച്ചാൽ ആത്മഹത്യക്ക് തുല്യമാണ്. മുത്തശ്ശ, എന്റെ കണ്ണടയുന്നതിന് മുൻപ് അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നാൽ നിന്റെ മുത്തശ്ശന്റെ ഹൃദയം നിലച്ചെന്ന് വരും. അച്ഛൻ പറഞ്ഞത് നീ കേട്ടല്ലോ. ഞങ്ങളുടെയൊക്കെ കഴിവിൽ സംശയമുള്ളതുകൊണ്ട് MBA കഴിഞ്ഞപ്പോ തന്നെ നിന്നെയല്ല ഏൽപ്പിച്ചത്. അച്ഛൻ പറഞ്ഞ പോലെ കുടുംബത്തിനകത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, അത് ബിസിനസിനെ ബാധിക്കാൻ പാടില്ല. ബിസിനസിനകത്ത് മക്കളും കൊച്ചുമക്കളും ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. ഒരിക്കലും കുടുംബത്തിനെയും ബിസിനസിനെയും കൂട്ടിക്കൊഴിക്കാൻ പറ്റില്ല. പക്ഷേ നീ പരാജയപ്പെടുമ്പോ നിന്നെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഞാനാ. നീ ഇപ്പോൾ ദുബായിൽ ജയിൽ കിടക്കാതെ പുറത്തു വന്നു. അതിനുശേഷം 1-2 ദിവസം ഇവിടെ ചില നാടകങ്ങൾ നടത്തി. ഇനി പക്ഷേ കുറച്ചുകൂടി ജാഗ്രത കാണിച്ചേ പറ്റൂ. അത് കരുത്തനായ ഒരു ശത്രു നമുക്ക് ഉണ്ടായെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ്. നമ്മളോട് ആർക്കടുത്തൊരു വിരോധമുള്ളൂ. ആരാണ് ആ ശത്രു?